എങ്ങനെയാണ് അയാൾക്ക് ഭാര്യയും മകളെയും മകളുടെ മകൻ 10 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനകത്തിരുത്താൻ ഈ ലജ്ജയുണ്ടോ ഇയാൾക്ക് എന്നുള്ളതാണ് ചോദ്യം. അയാൾ കരുതുന്ന എന്താണ്? ഇത് കേരളം എന്ന് പറഞ്ഞാൽ അയാളുടെ തറവാടാണ്, കേരളത്തിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ അയാളുടെ തറവാട്ടിലെ ഖജനാവാണ്, കേരളം എന്ന് പറഞ്ഞ തറവാടിൻ്റെ കാരണവരാണ് തനിക്ക് എന്ത് തോന്നിയവാസവും എന്ത് വൃത്തികേടും കാണിക്കാം എന്നാണ് അയാൾ ധരിച്ചു വച്ചിരിക്കുന്നത്. വേറൊരു സ്ഥാനവും കൂടി അവർക്കുണ്ട്. അതെന്താണ്? അത് ഒരു കേസിലെ പ്രതി എന്നുള്ള നിലയിലാണ്. അതായത് CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃത പണമിടപാട് നടത്തിയിട്ടുള്ള. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ എന്ത് സംഭവിച്ചു? പാർട്ടിയുടെ അധികാരവും കൂടി മുഖ്യമന്ത്രി എടുത്തുകൊണ്ടങ്ങ് പോയി. ഇപ്പോൾ പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം പിണറായി വിജയനാണ്. പാർട്ടിയുടെ ഉടമസ്ഥൻ തന്നെ പിണറായി വിജയനാണെന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി. അപ്പം അങ്ങനെ ഒരു മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്ന് പറഞ്ഞതുപോലെ ഇത് അവസാനിക്കാൻ പോകുന്ന അവസാനത്തിൻ്റെ ആരംഭമായിട്ട് വേണം ഈ നടപടിക്രമങ്ങൾ, ഇയാൾ നടത്തുന്ന ഈ ലജ്ജയില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങൾ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതായത് കേരളത്തിൽ സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ ഒരു പൊതു ചർച്ചയിൽ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു ഉദ്യോഗസ്ഥരുമുള്ള ചർച്ചയിൽ ഒരു സൈഡിൽ മുഖ്യമന്ത്രി മതൻ പിണറായി വിജയൻ്റെ കൊച്ചുമോനും ആ പരിപാടി പങ്കെടുക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ? ഇതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കാൻ കേരള രാഷ്ട്രീയത്തിൻ്റെ കൂടെയുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ KM ഷാജഹാൻ. സാർ നമസ്കാരം. സാറ് ഇങ്ങനൊരു, അതായത് ഞാൻ മാധ്യമരംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ, അതിനു മുമ്പ് താങ്കൾ ഒരുപാട് നാളായിട്ട് ഈ മാധ്യമരംഗത്തും രാഷ്ട്രീയത്തിലും VS അച്യുതാനന്ദൻ സാറിൻ്റെ കൂടെ എല്ലാം നടന്നിട്ടുണ്ട്. സദാവ് VS അച്യുതാനന്ദൻ ഇതേപോലെ ഒരു പൊതുപരിപാടി പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇതേപോലെ കുടുംബത്തിന് കൊണ്ടുപോയി ഇരുത്താറുണ്ടോ? ഇല്ല, ഞാൻ ഈ സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ VS അച്യുതാനന്ദൻ്റെ പഴയകാലം ഓർക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനോട് ജോലി ചെയ്തത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ്. അതിനുശേഷം അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവായിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മക്കൾ യാത്ര ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ആ കാറിൽ ഉള്ളപ്പോഴല്ല, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ പോകുന്നത് പോലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പോയില്ലെന്ന് എനിക്കറിയില്ല, എനിക്ക് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 5 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷവും ഔദ്യോഗിക വാഹനത്തിൽ മകൾ പോയത് അതിനെക്കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഔദ്യോഗിക വാഹനത്തിൽ മകളെ കയറ്റാറില്ലാതിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മകൻ്റെ കാര്യം എനിക്കറിയില്ല, മകളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ കയറി പോകുന്നത് കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ ഒരു മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന അവസരത്തിലാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ലക്ഷങ്ങൾ വിലയുള്ള ഔദ്യോഗിക വാഹനത്തിൽ വരുമ്പോൾ, വാഹനത്തിൽ വന്ന് അവിടെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെക്കാൾ മുമ്പേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകളാണ് ആദ്യം ഇറങ്ങുന്നത്. അപ്പം അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് പിണറായി വിജയൻ്റെ മകൾക്ക് 2 സ്ഥാനങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ, മുഖ്യമന്ത്രിയുടെ മൂത്ത മകൾ എന്നുള്ള ഒരു സ്ഥാനമുണ്ട് പിണറായി വിജയൻ്റെ മൂത്ത മകൾക്ക്, വീണ വിജയൻ. 2, ഇന്ന് വേറൊരു സ്ഥാനവും കൂടി അവർക്കുണ്ട്. അതെന്താണ്? അത് ഒരു കേസിലെ പ്രതി എന്നുള്ള നിലയിലാണ്. അതായത് CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃത പണമിടപാട് നടത്തിയിട്ടുള്ള കേസിൽ 9ാം പ്രതിയാണ് അവർ. അപ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, പ്രതി കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വിഴിഞ്ഞത്ത് അവർ വന്നപ്പോൾ കൂടിയ ഒരു ഉന്നതതല യോഗത്തിൽ
പിണറായി വിജയൻ്റെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുത്ത ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണാൻ. നമുക്കറിയാം, ഇപ്പോൾ പിണറായി വിജയൻ പല വിദേശ യാത്രകൾക്കും പോയിട്ടുണ്ട്. പോകുന്ന സമയത്തൊക്കെ തന്നെ അയാൾ ഭാര്യയും മകളെയും പിന്നെ കൊച്ചുമകനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് വിമർശന വിധേയമായിട്ടുണ്ട്. എങ്കിൽ പോലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അയാൾക്ക് വിദേശത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്നതിന് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. വിമർശന വിധേയമാണെങ്കിൽ കൂടി ഇനി വിഴിഞ്ഞത്ത് തുറമുഖ പദ്ധതി പ്രദേശം സന്ദർശിക്കാൻ വരുമ്പോൾ അപ്പോഴും മകളെയും മകനെയും ഭാര്യയൊക്കെ ഒന്നും കൊണ്ടുവരുന്നതിനൊന്നും കുഴപ്പമൊന്നുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അവിടെ വരുമ്പോൾ കൊണ്ടുവരാം. പക്ഷേ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം കൂടുമ്പോൾ, ഉന്നതതല യോഗം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ, പിന്നെ വിഴിഞ്ഞം പദ്ധതി അദാനിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ പങ്കെടുക്കുന്ന ഉന്നതതല യോഗത്തിൽ എങ്ങനെയാണ് അയാൾക്ക് ഭാര്യയും മകളെയും മകളുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനകത്തിരുത്താൻ ഈ ലജ്ജയുണ്ടോ ഇയാൾക്ക് എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ ഭരണഘടനാ തലവനാണ്. അയാളെ നമ്മൾ തെരഞ്ഞെടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നതാണ് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. സ്വാഭാവികമായും അയാൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ ആരും ചോദിക്കില്ല. തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട്, മന്ത്രിക്കും ആ യോഗത്തിൽ പങ്കെടുക്കാം, പ്രശ്നമില്ല. പക്ഷേ അയാളുടെ ഭാര്യയും മകളും കൊച്ചുമകനും ആ യോഗത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ആ യോഗത്തിൽ വന്ന് പങ്കെടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. ഭാര്യ ഒന്നിരുന്നത് തെറ്റാണ്. ഇനി മകളുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മകൾ മാത്രമല്ല, ഒരു പിന്നെ കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസിലെ പ്രതിയാണ് മകൾ. ആ മകൾക്ക് എങ്ങനെയാണ് അവിടെ വന്നിരിക്കാൻ കഴിയുക? ഇനി ആ മകളുടെ മകൻ വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള, 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ടുവന്ന് അയാൾ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. തൊട്ട് എന്തറിയാം ഇതിനെപ്പറ്റി സംസാരിക്കാൻ? എന്നിട്ട് അയാളോട് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെന്താണ് കുഴപ്പം, ആ മീറ്റിങ്ങിൽ എന്താണ് ഇരിക്കുന്നതിന് കുഴപ്പം എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പം ഇതാണ് അയാളുടെ ഒരു മനോനില എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഭരിക്കുന്ന കേരളത്തിൻ്റെ ഭരണഘടനാ തലവനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ മനോനില ഇതാണ്. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഏറ്റവും വലിയ വൃത്തികേടാണ് എന്ന് പൊതുമണ്ഡലം മുഴുവൻ പറയുമ്പോഴും അവിടെ കൊണ്ട് ഇരുത്തിയതിനെന്താണ് തെറ്റ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അയാൾ ഏത് നിലവാരത്തിൽ അയാൾ ജീവിക്കുന്നത്? അയാൾ കരുതുന്നത് എന്താണ്? ഇത് കേരളം എന്ന് പറഞ്ഞാൽ അയാളുടെ തറവാടാണ്, കേരളത്തിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ അയാളുടെ തറവാട്ടിലെ ഖജനാവാണ്, കേരളം എന്ന് പറഞ്ഞ തറവാടിൻ്റെ കാരണവരാണ് തനിക്ക് എന്ത് തോന്നിയവാസവും എന്ത് വൃത്തികേടും കാണിക്കാം എന്നാണ് അയാൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടമുണ്ട് ഇവിടെ, പ്രതിപക്ഷമുണ്ട് ഇവിടെ. ആ പ്രതിപക്ഷത്തിന് പിന്നെ കൈയും കാലും ഇല്ലാത്ത പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത്, വരിയുടയ്ക്കപ്പെട്ട പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത്. BJP എന്ന് പറഞ്ഞ സംവിധാനത്തെ ഇവിടെയോട്ട് കാണാനും കഴിയുന്നില്ല. അപ്പോൾ അയാൾ ഇതുപോലുള്ള വൃത്തികേടുകൾ ഇങ്ങനെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഇവിടെ ചെറുക്കപ്പെടാതെ പോകും എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്ത് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള യോഗം മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേടായിട്ട് എനിക്കത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. ഞാനാണ് ഈ കേരളത്തിലെ രാജാവ്, ജനങ്ങളെ മണ്ടന്മാരാക്കി ഞാൻ മുന്നോട്ട് പോകുമെന്നാണോ ഈ ശ്രീ പിണറായി വിജയൻ്റെ ഉദ്ദേശം? അല്ല, അത് സ്വാഭാവികമാണല്ലോ. അയാളുടെ ഓരോ പ്രവൃത്തിയും അത് തന്നെയാണല്ലോ കാണിക്കുന്നത്. ഈ യോഗത്തിന് കൊണ്ടുവന്ന് ഈ പിള്ളേരെ ഇരുത്തിയത് മാത്രമല്ല, എല്ലാ മേഖലയിലും അയാൾ അത് തന്നെയല്ലേ കാണിക്കും. 135 കോടി രൂപ മുടക്കി അയാളുടെ പിന്നെ പാർട്ടിയുടെ ഒരു ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഉളുപ്പില്ലാത്ത അയാൾക്ക് അതിനൊന്നും ഉളുപ്പില്ല. അതിനപ്പുറത്ത് ഏതാനും വരെ അപ്പുറത്താണ് ആശാ വർക്കർമാർ, അവർ ചില്ലറ പൈസ ചോദിച്ചുകൊണ്ട് അവർ 2-3 മാസക്കാലമായി അവരവിടെ കിടക്കുന്നു. അവരുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാതെ അപ്പുറത്ത് വന്ന് 135 കോടി രൂപയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക, ഇതൊക്കെയാണ് ഇയാളുടെ പരിപാടികൾ. മനസ്സിലായി? അപ്പോൾ ഇയാൾ ഇതുപോലുള്ള തോന്നിവാസങ്ങളെല്ലാം കാണിക്കും. അതൊക്കെ നമ്മളിങ്ങനെ അനുഭവിച്ചു കൊള്ളുക, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അനുഭവിക്കുക, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഉള്ളതായിട്ട് ഈ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല.
ഈ പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായ മുമ്പല്ല അതിനു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ സർക്കാരും പാർട്ടിയും രണ്ട് തട്ടിലാണ്. പാർട്ടി പറയുന്നതാണ് സർക്കാരും പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിയെ ഭരിക്കുന്നതും മുഖ്യമന്ത്രിയാണ്, സർക്കാരിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററിന് ഒരു വിലയില്ല. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി വെച്ചിട്ട് അതും ഒരു ഡമ്മിയായിട്ട് ഒരാളെ കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് ഇനി ദേശീയ തലത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്ന പോലെ നടക്കും. കാരണം കേരളത്തിൽ നിന്ന് ഒരാളാണ് ദേശീയ തലത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പം അത് ഈ പാർട്ടിയാണ് വലുത് എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു ഉപകരണമാണ് സർക്കാർ. പാർട്ടിയുടെ നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഗവൺമെൻറ്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാലാകാലങ്ങളായി കണ്ടുവന്നിരുന്നത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ എന്ത് സംഭവിച്ചു? പാർട്ടിയുടെ അധികാരവും കൂടി മുഖ്യമന്ത്രി എടുത്തുകൊണ്ടങ്ങ് പോയി. ഇപ്പോൾ പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം പിണറായി വിജയനാണ്. പാർട്ടിയുടെ ഉടമസ്ഥൻ തന്നെ പിണറായി വിജയനാണെന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ അയാളാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ യോഗത്തിന് ആരൊക്കെ പങ്കെടുക്കണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ദേശീയ സെക്രട്ടറിയോ അല്ല തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് തീരുമാനിക്കുന്നത്. അയാൾ കഴിഞ്ഞ ദിവസം അയാളോട് ചോദിച്ചു, ശ്രീമതി എന്തുകൊണ്ട് നിങ്ങൾ വിലക്കിയെന്ന് ചോദിച്ചപ്പോൾ അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, അത് പാർട്ടി സെക്രട്ടറിയോടാണ് ചോദിക്കേണ്ടത് എന്നാണ് സാധാരണ ഇതിൽ CPM മുഖ്യമന്ത്രി പറയേണ്ടത്. പക്ഷേ അതിന് പകരം അയാൾ അതിന് വിശദീകരണം കൊടുക്കുകയാണ് ചെയ്തത്. അത് സ്വാഭാവികമായും പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം അയാളുടേതാണ് എന്ന് അയാൾ ധരിച്ചിരിക്കുന്നു. പാർട്ടിയുടെ ഉടമ താനാണ് എന്ന് അയാൾ ധരിച്ചിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടിയുടെ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ല എന്ന് അയാൾ ധരിച്ച് വശായിരിക്കുന്നു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചക്കാരനാണ് എന്ന് അയാൾ ധരിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ നിഷ്പക്ഷമായി നോക്കിക്കാണുന്നവർക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം ഏതാണ്ട് ഒരു അവസാനത്തിൻ്റെ ആരംഭമാണ് എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദി ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്ന് പറഞ്ഞതുപോലെ ഇത് അവസാനിക്കാൻ പോകുന്ന അവസാനത്തിൻ്റെ ആരംഭമായിട്ട് വേണം ഈ നടപടിക്രമങ്ങളെ ഇയാൾ നടത്തുന്ന ഈ ലജ്ജയില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM പാർട്ടി ഇപ്പോൾ പിണറായി വിജയന് അടിമപ്പെട്ടിരിക്കുകയാണ്. കാരണം പാർട്ടിയിൽ ഒരു ഒരു ഘടനയുണ്ട്, ഇത്രയും പ്രായം വരെ പാർട്ടി നിൽക്കുക. അപ്പോൾ ആ പ്രായം വരെ പിണറായി വിജയനെ മാറ്റിയിരിക്കുകയാണ്. ശ്രീമതിയെ പാർട്ടിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്, ഇത്രയും വയസ്സായി നിൽക്കാൻ പാടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതൊന്നും ബാധകമാകുന്നില്ല? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ്റേതാണ് പാർട്ടി. പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ ഉടമസ്ഥൻ. സ്വാഭാവികമായും പിണറായി വിജയൻ തീരുമാനിക്കുന്നതാണ് ഈ പാർട്ടിയിലെ നിയമം. പിണറായി വിജയനാണ് നിയമം. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ആരും ചോദ്യം ചെയ്യാനില്ലാത്തിടത്തോളം പിണറായി വിജയൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ ശ്രീമതിയെ വിലക്കുമോ? കാരണം എന്താ, പിണറായി വിജയനും ഈ ആനുകൂല്യം, അതായത് വയസ്സിളവിൻ്റെ ആനുകൂല്യം നേടിയ ആളാണ്. അപ്പോൾ പിണറായി വിജയൻ ഈ വയസ്സിൻ്റെ ആനുകൂല്യം നേടിയിട്ട് പിണറായി വിജയൻ ശ്രീമതിയെ വിലക്കുകയാണ്. ഇതൊക്കെ കാണുന്ന നമുക്ക് പരിഹാസമായി തോന്നും. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഉളുപ്പും ലജ്ജയുമില്ല. അയാൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇയാളെ ജനം ചവിട്ടി പുറത്താക്കുന്നതുവരെ നമുക്ക് ഈ ശ്വാസമടക്കി പിടിച്ച് ഈ വൃത്തികേടുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവസരം മറ്റൊരു ചോദ്യം, CPI എന്ന പാർട്ടി എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല? അല്ല, CPI എന്ന് പറഞ്ഞ പാർട്ടിയും CPM എന്ന് പറഞ്ഞ പാർട്ടിയും തമ്മിലൊന്നും വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ്. CPI എന്ന് പറഞ്ഞ പാർട്ടിക്കുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമൊക്കെ എന്ന് നശിച്ചു. CPM-ൻ്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം വന്നതിനെ തുടർന്ന് CPM-ന് ഈ പറഞ്ഞ പോലെ കോടാലിക്കൈയായിട്ടുള്ള CPM-ൻ്റെ പൃഷ്ഠം താങ്ങുന്നൊരു പാർട്ടിയായി CPI അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് CPI കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്ത് സമയം കളയുന്നതിനകത്ത് യാതൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കി മുന്നോട്ട് പോകും തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും നന്ദി ശ്രീ KM ഷാജാൻ.